അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് നടത്തിയ അത്യന്തം നിർണായകവും ഞെട്ടിക്കുന്നതുമായ വെളിപ്പെടുത്തലുകൾ പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. യുഎസ് സൈന്യത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തുമായിരുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാന്റെ ഈ നീക്കം ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ അതീവ ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർത്ത എയർ സ്ട്രൈക്കുകളെ കുറിച്ചും സൈനിക നീക്കങ്ങളെ കുറിച്ചും ട്രംപ് വളരെ വിശദമായാണ് സംസാരിച്ചത്. അമേരിക്കൻ വ്യോമസേന നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾ ഇറാന്റെ പരമോന്നത സൈനിക ഭരണ നേതൃത്വങ്ങളുടെ വിവിധ തലങ്ങളെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇത് കൂടാതെ ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾക്ക് നികത്താനാവാത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ ഈ ആക്രമണങ്ങൾക്കായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മേഖലയിലെ ഏറ്റവും ശക്തമായ പ്രഹരശേഷിയുള്ള B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ പ്രത്യേക ദൗത്യത്തെ ട്രംപ് പ്രത്യേകം പ്രശംസിച്ചു. ഭൂഗർഭ അറകളിൽ ഇറാൻ അതീവ രഹസ്യമായി നിർമ്മിച്ച ആണവ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർത്തെറിയാൻ ഈ ദൗത്യത്തിന് സാധിച്ചു. ഒരു വശത്ത് കടുത്ത സൈനിക സമ്മർദ്ദവും ആക്രമണങ്ങളും തുടരുമ്പോൾ തന്നെ മറുവശത്ത് നയതന്ത്ര നീക്കങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. വാഷിംഗ്ടൺ നിലവിൽ ടെഹ്റാനുമായി അതീവ ഗൗരവമുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു കാലമായി മധ്യപൂർവ്വ ദേശത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കും സംഘർഷങ്ങൾക്കും പുതിയൊരു തലമാണ് ട്രംപിന്റെ ഈ പ്രസ്താവന നൽകുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം ഒരു പൂർണ്ണമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്നതിന്റെ തൊട്ടടുത്ത് വരെ കാര്യങ്ങൾ എത്തിയിരുന്നുവെന്ന് ട്രംപിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ആണവശേഷിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർഷങ്ങളായി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാന നയതന്ത്ര വിഷയമാണ്. എന്നാൽ ട്രംപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ആയുധ നിർമ്മാണ ഘട്ടത്തിലേക്ക് ഇറാൻ അത്രയധികം അടുത്തിരിക്കുന്നുവെന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന കാര്യമാണ്. യുഎസ് സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങൾ കേവലം ചില കെട്ടിടങ്ങൾ തകർക്കുക എന്നതിലുപരി ഇറാന്റെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഉന്നത സൈനിക നേതൃത്വത്തെ ലക്ഷ്യമിട്ടായിരുന്നു. സൈനിക കമാൻഡ് ശൃംഖലയെ തകർത്തുകൊണ്ട് ഇറാന്റെ തിരിച്ചടിക്കാനുള്ള ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക ഇവിടെ പയറ്റിയത്. ഇത് ഇറാന്റെ പ്രതിരോധ വ്യൂഹത്തിന് വലിയ ആഘാതമുണ്ടാക്കി. ഇറാന്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്ന ഭൂഗർഭ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ട് B-2 ബോംബറുകൾ നടത്തിയ ദൗത്യം അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയുടെ കരുത്ത് പ്രകടിപ്പിക്കുന്നതായിരുന്നു. പാറക്കെട്ടുകൾക്കും കോൺക്രീറ്റ് പാളികൾക്കും അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രങ്ങൾ തകർത്തതിലൂടെ ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ സങ്കേതങ്ങൾ പോലും അമേരിക്കൻ പ്രഹര പരിധിയിലാണെന്ന ശക്തമായ മുന്നറിയിപ്പാണ് നൽകപ്പെട്ടത്. ഈ സൈനിക നടപടികൾ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾക്ക് വലിയൊരളവോളം ആശ്വാസം പകർന്നിട്ടുണ്ട്. തങ്ങളെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യം ആണവ ശക്തിയായി മാറുന്നത് ഇസ്രയേലിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ട്രംപിന്റെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും കൗതുകകരമായ ഘടകം സൈനിക നടപടികൾക്കൊപ്പം തന്നെ നടക്കുന്ന നയതന്ത്ര ചർച്ചകളാണ്. കടുത്ത ഉപരോധങ്ങളും സൈനിക ആക്രമണങ്ങളും അഴിച്ചുവിടുമ്പോഴും ടെഹ്റാനുമായി വാഷിംഗ്ടൺ നടത്തുന്ന ചർച്ചകൾ ഭാവിയിൽ ഒരു പുതിയ കരാറിലേക്ക് വഴി തുറന്നേക്കാം. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് നയം ഒരു വശത്ത് കടുത്ത സൈനിക പ്രഹരവും മറുവശത്ത് തന്ത്രപരമായ ചർച്ചകളും ഇറാനെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാൻ നിർബന്ധിതരാക്കി എന്ന് കരുതുന്നവരുണ്ട്. കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും ടെഹ്റാന് മുമ്പിൽ മറ്റ് വഴികളില്ലാത്ത അവസ്ഥ സംജാതമായി. അതേസമയം ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ ഇറാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന ഈ പരമ്പരാഗതവാദം ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിലും വലിയ അലയൊലികൾ ഉണ്ടാക്കി. റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഏകപക്ഷീയ സൈനിക ഇടപെടലുകളെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സംഭവ വികാസങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാനുമായുള്ള ആണവ കരാർ പുനഃസ്ഥാപിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ ശക്തികൾക്ക് അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള സൈനിക നടപടിയും തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും പുതിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാഷ്ട്രങ്ങളും ഈ സംഭവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇറാന്റെ ആണവശേഷി തകരുന്നത് മേഖലയിൽ തങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെങ്കിലും ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളെയും എണ്ണ വിപണിയെയും ബാധിക്കുമെന്ന ആശങ്കയും അവർക്കുണ്ട്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഈ വാദങ്ങൾ വരാനിരിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ ചർച്ചയാകും.
തന്റെ വിദേശ നയത്തിന്റെ വിജയമായും ഇസ്രയേലിനോടുള്ള അമേരിക്കയുടെ ഉറച്ച പ്രതിബദ്ധതയായും ട്രംപ് ഇതിനെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇറാന്റെ ഭൂഗർഭ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ പൂർണ്ണമായി വ്യക്തമാവുകയുള്ളൂ. എന്നാൽ അമേരിക്കൻ ആക്രമണം ഇറാന്റെ ആണവ സ്വപ്നങ്ങളെ വർഷങ്ങൾ പുറകോട്ടടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ പൂർണ്ണമായി മാറ്റി എഴുതിയിരിക്കുന്നു. നിലവിലെ അതീവ സങ്കീർണമായ ഈ സാഹചര്യത്തിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നടക്കുന്ന രഹസ്യ ചർച്ചകളുടെ ഫലം എന്താകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ വൻ മാറ്റങ്ങളുടെ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇറാൻ ആണവായുധം കൈവരിക്കുന്നതിന് തൊട്ടടുത്തെത്തി എന്ന യാഥാർത്ഥ്യം ലോകരാഷ്ട്രങ്ങളെ ഭീതിയിലാഴ്ത്തുമ്പോൾ തന്നെ നയതന്ത്ര ചർച്ചകളിലൂടെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ബാക്കിയാവുന്നു. ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പശ്ചിമേഷ്യയെ ഒരു വലിയ ആണവ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഈ അമേരിക്കൻ ഇടപെടലിന് സാധിച്ചുവോ എന്ന് വരും നാളുകളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ വ്യക്തമാക്കും. പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിച്ച ഈ സംഭവം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും.